ഹലോ 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 നമ്മൾ പറഞ്ഞ ഏതായിരുന്നു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഏതോ ഒരു വാലി പാർക്ക്. അതിൻ്റെ അകത്ത് വിന്റർ ആവാൻ നേരത്ത് ഇലയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് ഒരു ചെറിയ തരം ഒരു ബഡ് വരും. ഇതിനകത്താണ് അതിന്റെ ശരിക്കും ഫോട്ടോസിന്തസിസ് ഇപ്പം നടക്കണം. ഇത് ഇനി സമ്മർ ആവാൻ നേരത്ത് ഈ ബഡ് മാറിയിട്ട് ഇല തിരിച്ചു വരും. ഇവരുടെ സർവൈവൽ മെക്കാനിസം ആണ്. അങ്ങനെയാവും കേട്ടല്ലോ, മനസ്സിലായല്ലോ. എനിക്കൊന്നും അറിയില്ല, നിങ്ങളൊക്കെ കണ്ടുപിടിക്കും. വിവരവും ബോധമുള്ള ആൾക്കാർ വരട്ടെ വീഡിയോയിൽ, എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. എനിക്കറിയില്ലായിരുന്നു. ന്യൂ ഇൻഫർമേഷൻ ആഡ് ടു മൈ മെമ്മറി. കൊടുത്ത മാപ്പ് ഇവിടെ പണ്ട് ഒരു വില്ലേജ് ആയിരുന്നു ശരിക്കും. 1500-700 പണിനാടിയൊക്കെ തീർന്നു മൊത്തത്തിൽ നശിച്ച്. ആ വില്ലേജിന്റെ പള്ളിയാണ് ആ നടക്കുന്നത്. പള്ളിയാണല്ലോ. പള്ളിയില്ലാത്ത ഇംഗ്ലണ്ടില്ല. ഇത് മിഡീവൽ വില്ലേജ് ആണ്. 1100 1000 വർഷം മുന്നേ ഉള്ള സാധനം. പിന്നെ എന്തൊക്കെയോ ചളി അടിച്ചു ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇനി എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമുക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു വെള്ളി പറഞ്ഞ് തള്ളി വിടുവാണെന്നുണ്ടെങ്കിലും നമ്മളത് കേട്ടിരിക്കേണ്ടി വരും. കാരണം അതിൽ മേളിൽ പറയാൻ നമുക്കറിയില്ല. 1000 വർഷം മുമ്പ് ഇവിടെ ആൾക്കാരും എന്തൊക്കെ ഉണ്ടായിരുന്നടാ? അതെ, ഫ്ലറിസ്റ്റ് വില്ലേജ് ആയിരുന്നു ഇവിടെ. കണ്ട 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 നല്ല രസമല്ലേ നേരത്തെ ഇങ്ങനെ കിടക്കണേ. ക്രിസ്ത്യാനിറ്റി വരുന്നതിന് മുന്നേ ഉള്ള മതങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോഴും അവർ അനുഷ്ഠിക്കുന്നുണ്ട്. ലൈക്ക് ഫെയറീസ് ഒക്കെ ഇവിടുത്തെ മിത്തിലുള്ളതാണ്. മിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പണ്ടുണ്ടായിരുന്ന മതത്തിന്റെ ഫോളോ അപ്പ് ആണ്. അതൊക്കെ അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഫെയറീനെ കാണാം. ഫെയറി എന്നാന്നറിയൂ? ഫെയറി ഏതോ ഒരു തുമ്പി പോലത്തെ സാധനം. നമ്മൾ ഈ ഇതേപോലത്തെ മാജിക്കൽ മൂവീസൊക്കെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ചിറകൊക്കെ വെച്ച് നടന്നിരിക്കുന്ന ചെറിയ ചെറിയ മനുഷ്യന്മാരെ പോലെ കുഞ്ഞി തുമ്പി പോലെ ഇരിക്കുന്ന ഇങ്ങനെ പറന്ന് നടക്കുന്ന സാധനം കണ്ടു. പക്ഷെ അതൊരു കഥയാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പോസിബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾക്ക് ആലോചിക്കാൻ പറ്റുമെങ്കിൽ അതൊരു പോസിബിലിറ്റി ആണ്. ചിലപ്പോൾ ഉണ്ടാവും, കാര്യം പറയാൻ പറ്റില്ല. ഈ ഡിനോസറൊക്കെ ഇല്ലാണ്ടായി പോയല്ലോ. ഡിനോസറിൻ്റെ അസ്ഥി കൂടെ തേങ്ങയൊന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ജീവി ഇവിടെ ഉണ്ടായിരുന്നു നമ്മളറിയില്ല. അപ്പോൾ പിന്നെ ഇത്തിരി പോകുന്ന ഫെയറിയൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അറിയും ഇങ്ങനെ ഒരു സാധനം ഇല്ലാണ്ടായി എന്നുള്ളത്? വലിയ പാടാ. അപ്പോൾ അവരുടെ പഴയ കഥകളിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉണ്ടാവുമായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ എഴുതിയേക്കുന്നതും. അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ സാങ്കല്പികമായിട്ട് എഴുതുകയല്ലോ. എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കാണും. ഇവിടെ ഒരു മരം ഉണ്ടല്ലോ, കണ്ണട റിഫ്ലക്ഷനത്തിൽ കണ്ടോ? ഒരു മരം ഇവിടെ ഒടിഞ്ഞ് പിന്നെ വേരെ പൊടി പിഴുത് കിടക്കും പോലെ നീണ്ടി അങ്ങോട്ട് കിടക്കുക. ഞാൻ കാണിച്ചു തരാം. കണ്ടോ എന്താന്ന് നോക്കി, വലിയോട്ടൊരു മരമായിരുന്നു. ഇതിനിപ്പോഴും ജീവനുണ്ടെന്നാട്ടോ പറയുന്നത്. ഇതിന് വേരൊക്കെ ഇപ്പോഴും മണ്ണിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോഴും ജീവനുള്ള സാധനം തന്നെ കേട്ടോ. ആരൊക്കെ കൂടെ കൂട്ടി താമസിക്കുന്നുണ്ട്. കണ്ടോ അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്റെ കണ്ണാടി കട ഉണ്ടല്ലോ, കറക്റ്റ് നീ നിക്കണു അളിയാ. നീ ഇപ്പറ നീ അത് നല്ലൊരു ഫ്രെയിമാണ്. കുറച്ചുകൂടെ ഇപ്പറേ പ്രോഡിച്ചിട്ട് ഇറങ്ങി കുറച്ചുകൂടെ ഫ്രണ്ടിലിട്ട് കയറിക്കോ. നല്ല രസം. എൻ്റെ 2 കണ്ണിലും ഉണ്ടല്ലോ. നിങ്ങൾ 2 പേരും വന്നിരിക്കുന്നു. എനിക്ക് ഞാനിത് ഫോട്ടോ എടുക്കാതെ എനിക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ തലയില് പിടിച്ചു പോന്നോ? അതിനത് അയ്യേ എന്തോ സാധനം തലയിലുണ്ടെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരെ പേടിപ്പിക്കുക. ഞാനങ്ങ് ടെൻഷനായി പോയി. എന്തോ വെനമസാന്നൊക്കെ പറഞ്ഞോളൂ ഒരുത്തൻ. അതൊക്കെ കടിച്ച് ഞാൻ ചത്തുപോയാലോ? നാളെ ഞാൻ ആര് വീഡിയോ ഇടും? നാളെ വീഡിയോ ഇടണ്ട എനിക്ക്. ടെൻഷനായി പോയി ഞാൻ. ഊളേനെ ഒന്നും കൊണ്ടുവരണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് ആത്മാക്കൾ ഉറങ്ങുന്ന പള്ളിയുടെ അടുത്തെത്തി.
ആ ഫെയറീനെ എവിടെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ആർക്കറിയാം. എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോണ്ട് ഏതോ ഫെയറി എന്നൊക്കെ പറഞ്ഞു. ഫെയറി ഡോറോ? എന്ത് എന്ത് ആ അതെ ഇത് ഫെയറി ഡോറാന്നൊക്കെ പറഞ്ഞു. മോനെ ആ ആണ്ടേ ഇതൊക്കെയാണ് ഈ ഫെയറീസ് എന്ന് പറയുന്ന ടീമുകൾ. നിങ്ങളുടെ ഒരു ഫോട്ടോ രൂപമാണ് ഉണ്ടോ? ഇവർ ഈ മരത്തിൻ്റെ അകത്തൊക്കെ ഇതേപോലെ താമസിച്ചുകൊണ്ടിരുന്നെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആയിരിക്കണം അങ്ങനെ ആണല്ലോ. പുതിയ ആയിരിക്കും ബൊക്കെയൊക്കെ വെച്ചിട്ടുണ്ട്. പുതിയ മതങ്ങൾ വരുമ്പോൾ പഴയ മതത്തിനെയൊക്കെ അടിച്ചമർത്തി ഇല്ലാണ്ടാക്കും. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ച് പോയതായിരിക്കും. ഏത് ഫേസസോ? ഈ കാണുന്ന മോന്തയൊക്കെ ഇവരുടെ പഴയ ഇതിലൊക്കെ ഇവരുടെ കോട്ടിലൊക്കെ വയ്ക്കുന്ന മറ്റേ ചുരുണ്ട മുടിയുടെ സാധനമൊക്കെ ഉണ്ട് എൻ്റെ ചുറ്റും. അങ്ങനെയൊക്കെ ഇത് അങ്ങനത്തെ എന്തോ സെറ്റപ്പൊക്കെയാ. വേറെ ഏതോ ഫെയറിയുടെ വീട് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ പോകുന്നുണ്ട്. എന്താളിയാ കല്ലറയ്ക്കകത്താണ് ഇതിന് വർഷമൊക്കെ. ഇതെന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉള്ള കല്ലറയൊക്കെ കയറി നടന്നു പോകണോ? ഇതാണ് ഫെയറിയുടെ വീട് എന്നാ പറയപ്പെടുന്നത്. ഏതോ എലിക്കണി വെച്ചേക്കുമ്പോലെ ഉണ്ട്. ഇത് ഫെയറി ആടിക്കൊണ്ടിരുന്ന ഗ്രൂപ്പായിട്ട് ആടിക്കൊണ്ടിരുന്ന ഊഞ്ഞാലായിരുന്നത്. കണ്ടോ ചങ്ങലയൊക്കെ ഇട്ട് ഫെയറിക്ക് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെയൊന്നുമല്ല, ഇത് പഴയ കാലത്തെ മിത്തോളജിക്കൽ ഇതിൽ വരുന്നതാണ് ഫെയറിയുടെ വീട് എന്നൊക്കെ പറയപ്പെടുന്നു. എനിക്കിത് കണ്ടിട്ട് എലിക്കണി പോലെയൊക്കെയാണ് തോന്നുന്നത്. കണ്ടോ ഇതിൻ്റെ അകത്തൊരു പാറ്റയൊക്കെ ഇറങ്ങിയെന്നാൽ ഞാനിപ്പോൾ ഓടും. ഇതുപോലെ വീഡിയോസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരിയിടുന്നതാണ്. എനിക്ക് ഫ്രീ ഉള്ളപ്പോൾ ഞാൻ ഇതേപോലെ പുറത്തൊക്കെ വന്ന് വീഡിയോ എടുക്കാം. അല്ലാത്തപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിൽ തന്നെയുള്ള ഫുഡ് ഉണ്ടാക്കുന്നതും ചപ്പാത്തി വരുത്തുന്നതും ഒക്കെ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ നോക്കാം എന്തെങ്കിലും ഇതേപോലെ ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കാം. പക്ഷേ ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനെ എല്ലാത്തിനും സമയം അങ്ങനെ കിട്ടാറില്ല. നമുക്ക് ഫ്രീ കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ നന്നായിരിക്കും. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുണ്ട് എനിക്ക്, നോട്ട് യുവർ അബ്രാം എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂട്യൂബിലും അത് തന്നെയാണ് യൂസർ നെയിം. സോ നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യൂ മക്കളെ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കൺ അത് നിങ്ങൾ തല്ലി പൊട്ടിക്കോ എന്നാന്ന് വെച്ചാൽ കാണിച്ചോ. പക്ഷേ ഫോണിനൊന്നും പറ്റരുത്, കാരണം നാളെ വീഡിയോ കാണാനുള്ള കേട്ടല്ലോ. ഈ ഊളനെയൊക്കെ ഇതിന് പുറത്താക്കണം. ഇവനൊന്നും കണ്ട് ഇതിലില്ല കേട്ടോ, പുള്ളി മീ. ഇത് നമ്മൾ വിചാരിച്ച് ഇത് പിള്ളേരുടെ വല്ല ഇതായിരിക്കുന്നു വിചാരിച്ച്, ചെറിയ ചെറിയ കല്ലറ പോലെ ഇത് കണ്ടപ്പോൾ. പക്ഷെ ഇത് ആക്ച്വലി അതല്ല, നമുക്ക് മനസ്സിലായത് വെച്ച് ഇത് ആക്ച്വലി എനിക്ക് തോന്നണേ ഇവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താ ആൾക്കാരുടെ ഡേറ്റൊക്കെ ഭയങ്കര ഇതില്ല. ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ എന്തെങ്കിലും സാധനം ഇതേപോലെ അടക്കം ചെയ്തൊരു മെമ്മറി ഉണ്ടാക്കിയേക്കണമെന്ന് തോന്നുന്നു. അതിൻ്റെ സംഭവമാണത്. അപ്പോൾ നമുക്ക് 3 മണിയാണോ അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ ഓർത്തു ഇവിടെ അടുത്ത് വേറൊരു പാർക്ക് കൂടെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ നേരത്തെ പണ്ടങ്ങാണ്ട് പോയപ്പോൾ അങ്ങനെ കിട്ടിയെന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ കുറേ ആൾക്കാരും ഉണ്ട്. നമുക്ക് കുറേ അന്ന് സാറ്റർഡേ സൺഡേ വല്ല ആർന്നായിരിക്കും, ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നിപ്പോൾ ആൾക്കാരുണ്ടോയെന്ന് അറിയത്തില്ല. ചുമ്മാ അവിടെ വരെ പോയിട്ട് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എങ്ങനെയാണ് അവസ്ഥ എന്ന് നോക്കാം. അതിൻ്റെ സൈഡിലൊരു ലേക്കൊക്കെ ഉണ്ട്, വലിയ ലേക്കൊക്കെ ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല രസമൊക്കെയാണ് കാണാൻ. ഞാൻ അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും വന്നതല്ലേ ഇത്. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. സോ ഐ try to put this as 2 parts. I'll make it 2 parts. അപ്പോൾ you guys watch and enjoy.